എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ആ ഒരു അപ്പാപ്പനെ കാണിക്കുന്നു. അപ്പൊ അപ്പാപ്പൻ പറയും, നമുക്കിപ്പോ ആ ഒരു കോട്ടയുടെ അകത്ത് കയറാൻ സമയമായി. അപ്പാപ്പൻ ഉണ്ടപ്പനോട്, നീ പുറത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ കാര്യം നോക്കണം. ഞങ്ങൾ 3 പേരും അവളുമായിട്ട് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു പറയും. ഇവിടെ കോട്ടയ്ക്കുള്ളില് കുർണയുടെ പുറകില് ആ ഒരു ചുന്ദരി പെണ്ണ് ഇപ്പൊ പതുങ്ങിയിരിക്കുകയാണ്. ചുന്ദരി പെണ്ണിന്റെ ക്ലാനിലുള്ള ആ ഒരു വില്ലന്മാര് ഇപ്പൊ അകത്തേക്ക് കയറി വരും. അവരുടനെ, അവൾ ഞങ്ങളുടെ ക്ലാനിൽ പെട്ടവളാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും അവളെ നീ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറയും. അതിന് കുറേണ പറയും, തേർഡ് ഹൊക്കാകെ ഇവളുടെ സംരക്ഷണം അതെന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇവളെ വിട്ടു തരില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വില്ലന്മാരാവട്ടെ ഇപ്പൊ ഒരുപാട് മരവും വള്ളിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറേണയും ആ ഒരു ചുന്ദരി പെണ്ണിനെയും ഇപ്പൊ അങ്ങനെ കെട്ടിയിടും. അപ്പൊ പതിയെ അവരെ കെട്ടിയിട്ട ആ ഒരു വള്ളികളെല്ലാം തന്നെ ഇപ്പൊ പൂവായിട്ട് മാറി അവർ 2 പേരും അവിടുന്ന് വാനിഷ് ആവും. അവരങ്ങനെ നോക്കി നിൽക്കാൻ നേരം അവർക്ക് പിടികിട്ടും യഥാർത്ഥത്തില് നമ്മുടെ വില്ലന്മാരാണ് ഇപ്പൊ ട്രാപ്പിലായതെന്ന്. കുറേണ അവൾ അങ്ങനെ തന്നെ ആ ഒരു പൂവില് കെൻജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ വില്ലന്മാരെയും ഇപ്പൊ അടിച്ച് തെറിപ്പിക്കാൻ തുടങ്ങും. ഇവിടെ കുട്ടപ്പനും ടീംസും ആവട്ടെ ആ ഒരു കോട്ടയുടെ തൊട്ടടുത്തെത്തുമ്പോൾ ആ ഒരു ഉണ്ടപ്പൻ അവരെ തടഞ്ഞ് അങ്ങനെ നിൽക്കും. കുട്ടപ്പൻ ഒരു കത്തി എടുത്ത് ഇപ്പൊ ചാടി വന്ന് ആ ഒരു തടിനെ കുത്താൻ നോക്കുമ്പോൾ അവൻ അങ്ങനെ തന്നെ മാഞ്ഞങ്ങോട്ട് പോവും. കുട്ടപ്പൻ തലയും കുത്തി ഇപ്പൊ തെറിച്ചു പോയി വീഴും. അപ്പൊ വീണ്ടും വില്ലൻ വന്ന് അവിടെ ഒരുപാട് മരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ കുട്ടപ്പനെ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ച് കത്തിയെടുത്ത് കുത്താനായിട്ട് ഇപ്പൊ പാഞ്ഞടുക്കും. അവൻ ഓടി വന്ന് ഇപ്പൊ അവസാനം കുട്ടപ്പനെ കുത്താനായിട്ട് തൊട്ടടുത്തെത്തുമ്പോ കറക്റ്റായിട്ട് ഷിനോ മുൻപിൽ കയറി നിൽക്കും. നമ്മുടെ ഷിനോ അവൻ ഓൾറെഡി ഈച്ചകളിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് തന്നെ കത്തി കുത്തി കയറിയതുകൊണ്ട് അവന് യാതൊന്നും സംഭവിക്കില്ല. ഷീനോ അവന്റെ ഗെഞ്ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് വില്ലനെ ഇടിച്ച് താഴെയിടാൻ ശ്രമിക്കുമെങ്കിലും അവൻ അതിവിദഗ്ധമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ മുകളിലേക്ക് വരും. പക്ഷെ നമ്മുടെ ആൾക്കാരുടെ കൂടെ തന്നെ കിബയും അക്കമറും പട്ടിക്കുട്ടിയുള്ള കാര്യം ആ വില്ലൻ അറിയില്ല. കിബ കറക്റ്റായിട്ട് ഇപ്പൊ സ്മെല്ല് ചെയ്ത് ഉണ്ടം വില്ലപ്പനെ കണ്ടുപിടിച്ച് അവനെ തൂക്കിയെടുത്ത് മേലെ കയറിയും. അത് കണ്ട മൈഗൈ ഇപ്പൊ ഓടി വന്ന് ചാടി അവനെ തൊഴിച്ചങ്ങോട്ട് തെറിപ്പിക്കും. അങ്ങനെ ഉണ്ടപ്പൻ ഇപ്പൊ തലയടിച്ച് താഴെ വീണ് അവന്റെ കാര്യത്തിൽ തീരുമാനമാവുമ്പോ മൈഗൈ വിളിച്ചു പറയും, നിന്റെ ഒന്നും ഗെഞ്ചിപ്സ് കൊണ്ട് ഞങ്ങളുടെ നിഞ്ചകളുടെ ഒരു രോമത്തെ പോലും തൊടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മൈഗൈ മാസായിട്ട് നിൽക്കുമ്പോ നമ്മുടെ കുട്ടപ്പനാവട്ടെ ഇവിടെ ഗെഞ്ചിപ്സിൽ കുടുങ്ങി കിടന്ന് കരയാൻ തുടങ്ങും. ഇവൻ ഇങ്ങനെയൊരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാര് കുട്ടപ്പനെ ഗെഞ്ചിപ്സിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരും. കുട്ടപ്പന് ബോധം വന്ന ഉടൻ തന്നെ, ഹലോ, ഇത് സാക്കുറയല്ലേ? ഇത് ഞാൻ കുട്ടപ്പനാണ്. നമ്മൾ 2 പേരും ഈ കാട്ടില് ഹണിമൂണിന് വന്നതാണോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. സാക്കുറയ്ക്ക് കലി കയറി കുട്ടപ്പന്റെ തലക്കെട്ടൊന്ന് കൊടുക്കുമ്പോ കുട്ടപ്പന് അവന്റെ പോയ കിളി തിരിച്ചു കിട്ടും. കുട്ടപ്പൻ ഉടനെ അവന്റെ ബോധം തിരിച്ചു കിട്ടി. അയ്യോ കുറേണ, അവളിപ്പോ എവിടെയാ? അവളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ആ കോട്ടയ്ക്കകത്തേക്ക് ഓടി അങ്ങോട്ട് കയറും. അവന്റെ പുറകെ തന്നെ ഇപ്പൊ നമ്മുടെ ആൾക്കാരും ചെന്ന് നോക്കുമ്പോ അവിടെ 4 പേര് സൈഡായിട്ട് ഒരു മൂലയ്ക്ക് കിടക്കുന്ന കാണും. കുട്ടപ്പൻ, ഇവിടെ കുറേണ ഉണ്ടോ, അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒലക്കയിലും ഒരലിലും എല്ലാം തന്നെ ഇപ്പൊ കുറേണയെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഹിനട്ട ഓടിച്ചെന്ന് ഇപ്പൊ അവളുടെ വ്യാഹു കണ്ണുവെച്ച് പുറത്തേക്ക് നോക്കുമ്പോ കുറേണയും നമ്മുടെ ചുന്ദരി പെണ്ണും ഇപ്പൊ ഓടിപ്പോകുന്നതായിട്ട് കാണും. അവരൊട്ടനെ അവരുടെ 2 പേരുടെയും പിന്നാലെ തന്നെ പോകുമ്പോ ഇവിടെ കുറേണ ആവട്ടെ, നമ്മൾ ഒരു വിധത്തില് ഇപ്പൊ രക്ഷപ്പെട്ട് പുറത്തെത്തി, ഇനി പേടിക്കാൻ ഒന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലെത്താമെന്ന് ഇപ്പൊ ചുന്ദരിയോട് പറയും. അവള് വീണ്ടും ഇപ്പൊ മുൻപോട്ട് ഓടാൻ ശ്രമിക്കും. പക്ഷെ അവളുടെ കാല് അത് പുറത്തേക്ക് എടുക്കാനായിട്ട് അവളെ കൊണ്ട് സാധിക്കില്ല. അവള് താഴേക്ക് നോക്കും. അപ്പൊ വീണ്ടും ഒരുപാട് വള്ളികള് അവളെ ചുറ്റിയിരിക്കുന്നതായിട്ട് അവള് കാണും. അവളത് വെറും ഗെഞ്ചിപ്സു ആണെന്ന് കരുതി ഇപ്പൊ എങ്ങനെയൊക്കെയോ കാല് വലിച്ചെടുക്കാൻ ശ്രമിക്കും. പക്ഷെ അവളെ കൊണ്ട് അതിന് സാധിക്കില്ല. അപ്പൊ അവള് കാണും അവളുടെ മുന്നിൽ തന്നെ ആ ഒരു വയസ്സൻ അപ്പൂപ്പൻ വന്ന് നിൽക്കുന്നത്. ആക്ച്വലി ഈ ഒരു അപ്പൂപ്പനാണ് ഇപ്പൊ കുറാമ ക്ലാന്റെ നേതാവ്. ആള് ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് ഞങ്ങളുടെ ക്ലാനിലെ ആ ഒരു പെൺകുട്ടിയുടെ ആവശ്യമില്ല, അവളെ എനിക്ക് തന്നിട്ട് ജീവനും കൊണ്ട് നീ ഇപ്പൊ തന്നെ ഓടിക്കുമെന്ന് അപ്പൂപ്പനാവട്ടെ ഇപ്പൊ കുർണയെ ഭീഷണിപ്പെടുത്തും. കുർണ അത് കേട്ട് പേടിക്കില്ല. അവൾ ഉടനെ അവളുടെ കത്തിയെടുത്ത് ആ വേരുകളിലെല്ലാം കുത്തി ആ ഒരു ഗെഞ്ചിപ്സിൽ നിന്ന് ഇപ്പൊ ഹായ് ആയിട്ട് എസ്കേപ്പായി വീണ്ടും മുൻപോട്ടേക്ക് ഓടാൻ തുടങ്ങും. അപ്പാപ്പനാവട്ടെ എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ ചുറ്റും നോക്കുമ്പോഴായിരിക്കും കത്തി കുത്തിയതില് കുറേണയുടെ ബോഡി മുറിഞ്ഞ് ഇപ്പൊ രക്തം അത് തുള്ളി തുള്ളിയായിട്ട്
താഴേക്ക് വീണ് കിടക്കുകയാണ്. ഇതിന്റെ സഹായത്താല് തീർച്ചയായിട്ടും അവരെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അപ്പാപ്പൻ മുമ്പോട്ട് പോകുമ്പോ നമ്മുടെ സ്വത്തുമണി കുട്ടപ്പൻ ചാടി വീണ് അപ്പാപ്പന്റെ കത്തി അത് തട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. എന്നിട്ട് അപ്പാപ്പനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. പക്ഷെ അപ്പാപ്പനാവട്ടെ ആള് നൈസായിട്ട് ഇപ്പൊ അവിടുന്ന് മറഞ്ഞു പോവും. അപ്പൊ നെജി മരത്തിന്റെ മുകളിലായിട്ട് ഇപ്പൊ അപ്പൂപ്പൻ കുട്ടപ്പനെ നേർക്ക് വരുന്നതായിട്ട് കാണും. നെജി വിളിച്ചു കാറും. കുട്ടപ്പനാവട്ടെ അവന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ചുകൊണ്ട് അപ്പൂപ്പനെ മണ്ണിന്റെ അടിയിലേക്ക് തന്നെ ഇപ്പൊ താഴ്ത്തി വിടും. ഇനി വേറെ വഴിയില്ലാന്ന് പറഞ്ഞ് അപ്പൂപ്പ മുങ്ങുമ്പോ ഇപ്പൊ നമ്മുടെ ആൾക്കാരാവട്ടെ കുറേണയെയും ആ ഒരു ചുന്ദരി പെണ്ണിനെയും സേഫായിട്ട് ഇപ്പൊ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിക്കും. കുർണയുടെ കൈക്ക് വലിയ പരുക്ക് പറ്റിയതുകൊണ്ട് തന്നെ ഇപ്പൊ സാക്കുര ആവട്ടെ അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങും. കുട്ടപ്പനും ടീംസും ആവട്ടെ ഇപ്പൊ ബോധം കെട്ടി കിടക്കുന്ന എല്ലാവരെയും ഒരു മൂലയ്ക്ക് കൊണ്ടിടും. അവരെല്ലാവരും ഗെഞ്ചിപ്സുവിൽ ലോക്കായി കിടക്കാണ്. അപ്പൊ അതേ സമയത്ത് സാക്കുര ആവട്ടെ ഇപ്പൊ കുർണയായിട്ട് പുറത്തേക്ക് പോകുന്നത് കിബയും ഷിനോയും കാണും. അപ്പൊ അവരുടെ മുൻപിലേക്ക് ഇപ്പൊ മൈഗൈ കയറി വന്ന് ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ, ഇനി നിന്റെ പിള്ളേരെ വിട്ട് നീ പോകരുത്, അത് വലിയ തെറ്റാട്ടോ എന്നൊക്കെ പറഞ്ഞ് മൈഗൈ ഉപദേശിക്കുമ്പോ സാക്കുര ആവട്ടെ അവള് കാലി കയറി മിണ്ടി പോകരുത്, ഇവക്ക് തീരെ സുഖമില്ല, എത്രയും പെട്ടെന്ന് കുറേണെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് സാക്കുര ആവട്ടെ ഇപ്പൊ അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവും. അപ്പൊ കുറേണ പറയും സത്യമായിട്ടും എനിക്കിപ്പോ വലിയ പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ എല്ലാവരും ആ ഒരു ചുന്ദരി പെണ്ണിനെ സേഫായിട്ട് നോക്കണം. അപ്പൊ മൈഗൈ പറയും അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നിങ്ങൾ ആരും തന്നെ പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് അവളെ സേഫായിട്ട് കൊണ്ടുപോയിക്കോളാന്ന് ഇപ്പൊ മൈഗൈ ആവട്ടെ കുർണയ്ക്ക് വാക്കു കൊടുക്കും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ചുന്ദരി പെണ്ണ് അവള് മെല്ലെ കണ്ണു തുറക്കാണ്. അവളുടെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവള് കണ്ണു തുറക്കുന്ന കണ്ട് ഒരുപാട് സന്തോഷത്തില് ഇപ്പൊ അവളോട് സംസാരിക്കാൻ ആരംഭിക്കും. നിന്റെ പവറൊക്കെ കുറേണ സീല് ചെയ്ത് വെച്ചതുകൊണ്ട് നിനക്ക് അവളോട് ഇപ്പോഴും ദേഷ്യമാണോ? അതിന് ചുന്ദരി പെണ്ണ് പറയും എനിക്ക് കുറേണയോട് യാതൊരു ദേഷ്യവും ഇല്ല, പക്ഷെ കുറേണയ്ക്കാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതിനോട് ഏറ്റവും ദേഷ്യം. അതിന് കുട്ടപ്പൻ പറയും നിന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ സ്വന്തം ജീവൻ പോലും കൊടുത്ത് നിന്നെ ഒരിക്കലും അവള് രക്ഷിക്കില്ലായിരുന്നു, നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അങ്ങനെ യാതൊന്നുമില്ല. പക്ഷെ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആ ഒരു ദുഷ്ടന്മാര് അവരാരാണെന്ന് ചോദിക്കുമ്പോ അതിനവള് പറയും അത് മറ്റാരുമല്ല എൻ്റെ കുറാമ ക്ലാനിലുള്ള ചിലരാണ്. അത് കേട്ട് വണ്ടറടിച്ച് കുട്ടപ്പൻ കണ്ണു തള്ളി നിൽക്കുമ്പോ ഇവിടെ കിബയാവട്ടെ ഇപ്പൊ കുർണയുടെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ സെക്ഷൻ 8 നിന്ന് ഇപ്പോൾ ഒഴിവായിട്ട് പുറത്തേക്ക് പോകുന്നത്? ആ ഒരു ചുന്ദരി പെണ്ണും നീയും തമ്മിലുള്ള കണക്ഷൻ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവളാവട്ടെ ഇപ്പൊ വേറെ വഴിയില്ലാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങും. ആ ഒരു പെൺകുട്ടി കുറാമ ക്ലാനിൽ ചേർന്ന ഒരു ഹൈ ഫാമിലി മെമ്പറാണ്. കുറാമ ക്ലാൻ ലീഫ് വില്ലേജിനോട് ചേർന്ന് ഒരുപാട് നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കുറാന ക്ലാനിലുള്ള എല്ലാവരും കെഞ്ചിപ്സുവില് വളരെ പാണ്ഡിത്യമുള്ളവരാണ്. അവർ ലീഫ് വില്ലേജിന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്തോറും ഗ്രാമത്തിന്റെ ശക്തിയും പവറും എല്ലാം തന്നെ ക്ഷയിച്ചു വന്നു. അവിടെ ഒരു ഷിനോബി പോലും പിന്നീട് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരുപാട് നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം എല്ലാം തികഞ്ഞ ഒരേ ഒരു പെൺകുട്ടി അവൾ ആ ഗ്രാമത്തിൽ ജനിച്ചു. അവളാണ് നമ്മൾ കണ്ട ആ ഒരു ചുന്ദരി പെണ്ണ്. ഇവൾക്ക് ഇത്രയധികം പവർ ഉള്ളതുകൊണ്ട് തന്നെ അവളുടെ പാരൻസും ഗ്രാമവും അവളിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചു. അവളെ കൊണ്ട് മാത്രമേ അവരുടെ ക്ലാനിനെ തിരിച്ചു പിടിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അവർ വിശ്വസിച്ചു. പക്ഷെ അവളുടെ ശരീരത്തില് ചെറിയ അസുഖബാധിത ഉള്ളതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അവളിൽ എല്ലാവരും ഒരുപാട് എക്സ്പെക്ടേഷൻ കൊടുത്ത് അവൾ ഡിപ്രഷനിലേക്ക് പതിയെ തെന്നി വീണു. അങ്ങനെ എൻ്റെ വിഷമം അത് കാണാൻ സാധിക്കാതെ എൻ്റെ പപ്പയാവട്ടെ തേർഡ് ഹൊക്കാഗെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു. അങ്ങനെ അന്നത്തെ ലീഫ് വില്ലേജിലെ തേർഡ് ഹൊക്കാഗെയാണ് എന്നെ ഏറ്റെടുത്ത് ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് ഹൊക്കാഗെ എല്ലാം തന്നു. മാത്രമല്ല എനിക്ക് പേഴ്സണൽ ട്രെയിനറായിട്ട് കുർണയെയും അവർ വിട്ടു തന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഗെഞ്ചിപ്സുവില് ഒരു മാസ്റ്റർ ആവണം എന്നായിരുന്നു. പക്ഷെ കുർണ അവളെൻ്റെ പവറുകളെല്ലാം തന്നെ സീല് ചെയ്ത് കളഞ്ഞു. അപ്പൊ അതേസമയം ഇവിടെ ഷിനോയും കിബയും ആവട്ടെ എന്തിനാണ് നീ അവളുടെ പവർ അത് സീല് ചെയ്തതെന്ന് ചോദിക്കുമ്പോ കുറുണ ദേഷ്യപ്പെട്ട് പറയും എനിക്കാണ് ഗെഞ്ചിപ്സുവില് ഏറ്റവും പവർ ഉള്ളത്. പക്ഷെ ആ ഒരു ചുന്ദരി പെണ്ണ് അവൾ വന്ന ശേഷം അവളുടെ ഗെഞ്ചിപ്സു പവർ കണ്ട് ഞാൻ വണ്ടറടിച്ചു. എന്നെ കഴിഞ്ഞും നല്ല രീതിയിൽ ഗെഞ്ചിപ്സു ആരും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ആ ദേഷ്യത്തില് ഞാൻ അവളുടെ പവർ എല്ലാം തന്നെ എന്നേക്കുമായിട്ട് സീൽ ചെയ്തു. അത് കേട്ട് അവരെല്ലാവരും ഞെട്ടും. കുറേണയാണോ ഈ പറയുന്നതെന്നറിയാതെ അവർ വണ്ടറടിച്ച് നിൽക്കും. അതിന് അവള് പറയും ഇതുപോലെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ടീച്ചറിനെ നിങ്ങൾക്ക് ആവശ്യമില്ല, അതുകൊണ്ട് മാത്രമാണ്
ടീം 80ൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്തത്. ഇവിടെ കുട്ടപ്പനും അത് കേട്ട് അത്ഭുതപ്പെട്ട്, എന്ത് കുറേണയ്ക്ക് നിന്റെ മേലെ അസൂയാണെന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോ ചുന്ദരി പെണ്ണാവട്ടെ കുറേണയ്ക്ക് മാത്രമല്ല ഈ ഗ്രാമത്തിന് തന്നെ ഞാനിപ്പോ വലിയൊരു തടസ്സമാണ്. പക്ഷെ ഇവിടെ കിബയ്ക്കും ഷിനോയ്ക്കും മനസ്സിലാവും എന്തോ ഒരു കാര്യം അതെല്ലാവരുടെയും മുൻപില് ഇപ്പൊ ഒളിപ്പിച്ചു വെക്കുകയാണ്. അപ്പോൾ ഷിനോ പറയും അവള് പറയുന്നത് എല്ലാം തന്നെ നുണയാണ്. എന്തോ ഒരു വലിയ സീക്രട്ട് അവള് മറച്ചു വെക്കുന്നുണ്ട്. കാരണം അവള് സംസാരിച്ചപ്പോ അവളുടെ കൈ അത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ചുന്ദരി പെണ്ണാവട്ടെ ഒരു ഫ്ലാഷ് ബാക്ക് കുട്ടപ്പനോട് പറയും. ഒരിക്കൽ ലീഫ് വില്ലേജിലൂടെ വളരെ കാഷ്വൽ ആയിട്ട് ഞാൻ കുർണയെ അന്വേഷിച്ച് നടന്നു വരുമ്പോ തേർഡ് ഹൊക്കാകെ കുർണയോട് എന്നെ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അതെന്താണെന്നറിയാൻ ഞാൻ കൂടുതൽ അടുത്തേക്ക് ചെന്നപ്പോഴാണ് തേർഡ് ഹൊക്കാകെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ കേട്ട് ഷോക്കായത്. ഞങ്ങളുടെ ക്ലാനിലുള്ള എല്ലാവരും ലീഫ് വില്ലേജിന് വലിയ ആപത്താണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ നശിപ്പിച്ചു കളയാനാണ് തേർഡ് ഹൊക്കാകെ കുർണയോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്റെ പവർ സീൽ ചെയ്തതില് വലിയൊരു പങ്ക് തേർഡ് ഹൊക്കാകയ്ക്കുണ്ട്. മാത്രമല്ല അതിനുശേഷം വലിയൊരു തീപിടുത്തത്തിലാണ് എൻ്റെ അച്ഛനും അമ്മയും ക്ലാനും എല്ലാം തന്നെ നാമാവശേഷമായി തീർന്നത്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഓട്ടോപ്സി റിപ്പോർട്ട് പോലും എനിക്ക് കാണിച്ചു തരാതെ അവർ സീൽ ചെയ്തു വെച്ചു. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാം പിന്നില് തേർഡ് ഹൊക്കാകെ തന്നെയാണ്. ഇതൊക്കെ കേട്ട് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ഷോക്കായി തലചൊറിഞ്ഞ് നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.